എനിക്ക് PCODയുടെ സ്റ്റാർട്ടിങ് എന്നൊരു അസുഖം വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡൗണായി. അപ്പം മാതാവ് എൻ്റെ കൂടെ ഇല്ലയെന്ന് ഞാൻ വളരെയധികം വിചാരിച്ചു പോയി. അപ്പോൾ എനിക്ക് ഉടമ്പടി ഇനി വേണ്ട, ഒന്നും വേണ്ടാന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി, അതായത് നിങ്ങൾ തന്നെ കാണാത്ത പക്ഷേ മാതാവും ഈശോയും കാണുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ക്വാളിറ്റി കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. ഞാൻ ആദ്യമായിട്ട് സാക്ഷി എടുത്തത് 2022 ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്സിൽ നടന്നത് ടീച്ചിങ് പ്രാക്ടീസ് നടന്നായിരുന്നു, ക്ലാസ് റൂം ടീച്ചിങ് പ്രാക്ടീസ്. ഞാനൊരു പോസ്റ്റ് BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ലല്ലോ, ഇംഗ്ലീഷിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുമ്പോൾ നല്ല സ്ഫുടതയോടെ എടുത്താൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് എഴുതുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ മറ്റുള്ളവരെ മുന്നിൽ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഭയമാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഞാൻ ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഫേസ് ചെയ്തിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതിന് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് മറ്റുള്ളവരെ മുന്നിൽ തല താഴ്ത്താൻ പറ്റില്ല, എനിക്ക് മാർക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവണം, എന്നെ ഒരിക്കലും മറ്റുള്ളവർ മുന്നിൽ നാണം കെടുത്തരുതെന്ന് പറഞ്ഞ് ഞാൻ കാശിരൂപം മുറുകെ പിടിച്ച് വിശുദ്ധ കുരിശ് വരച്ച് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. ഞാൻ മാതാവ് എൻ്റെ അധരങ്ങളിലൂടെ സംസാരിക്കാറുന്നു. നല്ല രീതിയിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. ബാക്കി എൻ്റെ ക്ലാസ്സിൽ 11 പേരാണ്. അതിൽ 10 പേർക്ക് പോസിറ്റീവിൻ്റെ ഒപ്പം തന്നെ അവർക്കുണ്ടായ നെഗറ്റീവ്സ് ടീച്ചർ പറഞ്ഞായിരുന്നു. പക്ഷേ എൻ്റെ നെഗറ്റീവ്സ് ഒന്നും പറഞ്ഞില്ല, എൻ്റെ പോസിറ്റീവ് മാത്രം പറഞ്ഞുള്ളൂ. അത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് എനിക്ക്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കോളേജിൽ ENLSൻ്റെ, അതായത് എമർജൻസി നഴ്സിംഗ് ലൈഫ് സപ്പോർട്ടിൻ്റെ ഒരു എക്സാം ഉണ്ട്. അത് ഇങ്ങനെ നമ്മൾ 7,000 രൂപയോളം നമ്മൾ അടച്ചിട്ട് എഴുതുന്ന എക്സാം. അതിന് പാസ്സായില്ലെങ്കിൽ നമ്മൾ രണ്ടാമത് എക്സാം എഴുതേണ്ടി വരും. അത് ഓറലുണ്ട്, റിട്ടേൺ ഉണ്ട്. റിട്ടേൺ നമുക്ക് പാസ്സാക്കി എടുക്കാനായിട്ട് സാധിക്കും. വെറുതെ നമ്മൾ ഫോൺ വഴി നമ്മൾ എക്സാമിന് ആൻസർ ചെയ്താൽ മതി. പക്ഷേ വെർബലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ മുന്നിൽ നമ്മൾ പരസ്പരം നഴ്സുമാരെങ്ങനെ സംസാരിക്കുന്നോ, ഒരു എമർജൻസി കേസ് വരുമ്പോൾ എങ്ങനെ സംസാരിക്കണോ അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം. അപ്പോഴും ഞാൻ എന്തോ എനിക്ക് പറ്റില്ലായിരുന്നു, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. കാരണം മറ്റുള്ളവർ മുന്നിൽ, കാരണം ഇംഗ്ലീഷ് പറയണ നന്നായി ഫ്ലുവൻ്റായി പറയണ കുറേ പിള്ളേരുണ്ട്. അവരുടെ മുന്നിലെല്ലാം നമ്മൾ നാണം കിടുമ്പോൾ ഭയങ്കര, അതുപോലെ തന്നെ എക്സാം തോറ്റ് കഴിയുമ്പോൾ അത് അവരുടെ മുന്നിലായിരിക്കും നമ്മളുടെ പേരെടുത്ത് പറയുവർ. ഇന്ന പേര്, ഇത്രയും പേരെ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവും നമ്മൾ അതിൽ ഫെയിലായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു, എന്നെ ഒരിക്കലും ഫെയിലാക്കരുത്.